എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ കയ്യിലുള്ളത് പ്യൂർ EVയുടെ ഈ പ്ലൂട്ടോ 7G Max എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഒരു വർഷം മുമ്പ് പർച്ചേസ് ചെയ്ത വണ്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 1 ഇയർ ഓണർഷിപ്പ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഇത് ഒരു വർഷം കൊണ്ട് അറൗണ്ട് 25,000+ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം 2 മാസം ആയിട്ടുണ്ട്. അറൗണ്ട് 29,000+ കിലോമീറ്റേഴ്സ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവീസും നമ്മൾ ഈ പറയുന്ന മാതിരി ഇതിൻ്റെ മെയിൻ്റെനൻസും ഇതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നായിരിക്കും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടാവുക. ഓവറോൾ നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് ലുക്കിലേക്ക് തന്നെ കിടക്കാം. വണ്ടി ഒരു കുഞ്ഞൊരു വണ്ടിയാണ്. ചെറിയ ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ലേഡീസിനൊക്കെ പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ കൺവീനിയൻറ്റും ഈ പറയുന്ന മാതിരി കിലോമീറ്റർ റേഞ്ചൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്ത വീട്ടിലേക്ക്. അപ്പോൾ അറൗണ്ട് 6 മണിക്കൂർ കൊണ്ട് അറൗണ്ട് 201 കിലോമീറ്റേഴ്സ് ഈ വണ്ടി കവർ ചെയ്യും. 201 കിലോമീറ്റേഴ്സ് ഒറ്റ ഫുൾ ചാർജിൽ ഇതിന് ഓടാൻ സാധിക്കുന്നതാണ്. അന്നത്തെ ഒരു കൊല്ലം മുമ്പ് ഇവർ കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ടായ. ഇപ്പോൾ ഒരു പുതിയ വേർഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. അതൊരു 211 കിലോമീറ്റേഴ്സ് 215 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി ഇപ്പോഴും അവകാശപ്പെടുന്നത്. എനിക്ക് ഇതിൽ ഓൺ ആൻ ആവറേജ് ഒരു 195 കിലോമീറ്റേഴ്സ് വരെ എനിക്കിതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒറ്റ സിംഗിൾ ചാർജ്. ഒരു സ്ഥലത്തും അങ്ങനെ വഴി ചാർജ് കഴിഞ്ഞിട്ടോ അങ്ങനെ ഒന്നും വഴിയിൽ കിടക്കേണ്ട വന്നിട്ടില്ല. കൃത്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റാറുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഓവറോൾ ബോഡി ലുക്സിക്കൊക്കെ ഫസ്റ്റ് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞൊരു ഹെഡ് ലാമ്പാണ് ഇരിക്കുന്നത്. ഇത് പൊതുവേ ഒരു നോർമൽ ഹെഡ് ലാമ്പാണ്. ഒരു സാധാ ഒരു വെളിച്ചം എന്നല്ലാണ്ട് വല്ലാണ്ട് പ്രകാശിക്കുന്ന രീതിയിൽ ഉള്ള വെളിച്ചമൊന്നും ഇതിലില്ല. ഇതിൽ നമുക്ക് ചുറ്റും ഒരു DRL ഉണ്ടാവും. ഒരു ഹൈ ബീമും ലോ ബീമും ഉണ്ടാവും. ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ പോർഷൻ വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്യുവറിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞതാണ്. ഇവിടെ ഒരു മാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ഉണ്ട്. നമുക്ക് ഇവിടെ 2 സ്ഥലത്തും DRL ഉണ്ട്. ഇവിടെ 2ഉം ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പാർട്സും LED ആണ്. ഈ ഇൻഡിക്കേറ്റർ ഒഴിച്ച് ബാക്കിയുള്ള DRL ബാക്ക് ലൈറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നത് LED ആണ്. അപ്പോൾ നോർമൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മിററാണ് ഇങ്ങനത്തെ നോർമൽ ഒരു ക്രോം ഫിനിഷ് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്ഷനിലേക്കൊക്കെ വരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഈ സെക്ഷൻ കാണാൻ പറ്റും. വിത്ത് അലോയ് വീലാണ് വരുന്നത്. ഫ്രണ്ട് നോർമൽ നമ്മൾ സ്കൂട്ടിയിൽ കാണുന്ന ചെറിയൊരു കുഞ്ഞ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക്കാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ബൈറ്റിങ്ങും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തരുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഫ്രണ്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ ബാക്കിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് വലുതാണ് ടയറിൻ്റെ സൈസ്. എന്തുകൊണ്ട് അവർ അങ്ങനെ കൊടുത്തു എന്നറിയില്ല. പക്ഷേ ഈ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് വരാണെങ്കിൽ ഈ സീറ്റ്സാണ്. സീറ്റ്സ് അത്യാവശ്യം നല്ല അടിപൊളിയാണ്. കളർ വേരിയൻസ് വരുമ്പോൾ ഈ സീറ്റ്സിൻ്റെ കളർ മാറും. ഇത് ഞാൻ ഈ കളർ ഓപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. സീറ്റ്സ് അത്യാവശ്യം നല്ല കുഷ്യനാണ്. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സീറ്റ്സാണ്. ഒരു 50 കിലോഗ്രാമുള്ള 2 പേരാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലേക്കൊക്കെ വരാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല റഫ് യൂസ് ആയിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ എന്താ പറയുക, നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ ഇത്തിരി മോശമായിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ നമ്മുടെ നോർമൽ ടെയിൽ ലാമ്പ്, 2 ഇൻഡിക്കേറ്റർ നമ്മുടെ ഹാലോജനാണ് വരുന്നത്. ഇത് LED ആണ് വരുന്നത് കേട്ടോ. ബാക്കിലേക്ക് വരാണെങ്കിൽ ഇതേ ലുക്കാണ്. ഇത് അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഈ സംഭവം വരുന്നത്. ബാക്കിലേക്ക് ഇതാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ സെക്ഷനിലേക്കൊക്കെ വരാണെങ്കിൽ ഒരു നോർമൽ ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ കിടക്കാം. അതിന് മുമ്പ് സ്വിച്ചസിലേക്ക് കിടക്കാം. നമുക്കിവിടെ ഹൈ ബീം ഉണ്ട്, ഹോൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേസമയം ഇവിടെ DRL ഹെഡ്ലൈറ്റിലേക്കുള്ള സ്വിച്ച് ഉണ്ട്. ഇത് റിവേഴ്സിലേക്കുള്ള സ്വിച്ചാണ്. ഇവിടെ നമുക്ക് ത്രോട്ടിൽ സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ പാർക്കിൻ്റെ സ്വിച്ചിനും ഇവിടെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ മോഡിൻ്റെ സെക്ഷനിലേക്കൊക്കെ വരാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് തന്നെ പറയാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരുമ്പോൾ ഞാൻ 172 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. എനിക്ക് സിമ്പിളായിട്ട് 2 കാലും കുത്തിക്കാം. അപ്രൈറ്റ് ആയിട്ട് നമുക്കിരുന്ന് വണ്ടി ഓടിക്കാനും പറ്റും. ഒരു ബാക്ക് പെയിനോ കാര്യങ്ങൾക്കൊന്നും വരില്ല. ഇപ്പോൾ ലെഗ് സൈഡൊക്കെ വരാണെങ്കിൽ നമുക്ക്
അത്യാവശ്യം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഇതിലാണ്. ഹൈറ്റുള്ളവർക്ക് തീരെ പറ്റില്ല വണ്ടി. ലേഡീസിനാണ് കൂടുതലായിട്ടും ഇത് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട്. മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് രണ്ട് ഇത് വെച്ചിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു റിമോട്ട് ഉണ്ട്, നോർമൽ ഒരു കീ ഉണ്ട്. അപ്പോൾ നമുക്ക് ബൂട്ടിൻ്റെ സെക്ഷൻ പോവുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ വലിയ സ്പേസ് ഒന്നുമില്ല. ഇത് നമ്മുടെ ബാറ്ററിയാണ് വരുന്നത്. ആ ബാറ്ററി 72 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇവിടെ ഒരു മെയിൻ സ്വിച്ച് മാതിരി ഒരു സംഭവമുണ്ട്. നമുക്കത് ഫുള്ള് പവർ കട്ട് ചെയ്യണമെങ്കിലും ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചാണ് വന്നിരിക്കുന്നത്. നോർമൽ ഒരു ഇത് കുറച്ച് സാധനങ്ങൾ മാത്രം വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു സ്റ്റോറേജ് സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കീ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഈ റിമോട്ട് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നല്ലൊരു കുഞ്ഞൊരു ക്യൂട്ട് തിങ് മാതിരി ഒരു സംഭവമാണ് ഇത്. നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ കാര്യങ്ങൾക്കും ആക്സസ് കിട്ടും. ഇതാണ് നമ്മുടെ നോർമൽ ഒരു മീറ്റർ. ഇപ്പോൾ പാർക്ക് എടുക്കുന്ന കാരണമാണ് പി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് നമുക്ക് മോഡ് സെക്ഷനിലേക്കാണ് ഇത് വരുന്നത്. ഇത് ബാറ്ററി, ഇത് കിലോമീറ്റർ. ഇതല്ലാണ്ട് ഇവിടെ ഒരു ഈ പ്ലോട്ടോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ഉണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നും ട്രിപ്പോ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിലെല്ലാം അൺലോക്ക് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ അത് ഓഫ് ചെയ്യും. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ആൻറ്റി തെഫ്റ്റ് ഒരു ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലോക്ക് സെക്ഷനൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി വണ്ടി ലോക്കായി അത് കഴിഞ്ഞ് എനക്കാണെങ്കിൽ അത് ഒരു അലാറം മാതിരി നമുക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അലാറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് വീണ്ടും ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അലാറം കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഇതാണ് ഇത് ആക്സസ് ചെയ്യാനുള്ള രണ്ട് ഇതെന്ന് പറഞ്ഞാൽ. അപ്പം നോർമലി ഞാൻ കീയാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഞാൻ റിമോട്ട് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കണം. ഇതിപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത്. പാർക്കിൽ നിന്ന് നമ്മൾ നേരെ ഈ ബട്ടണൊക്കെ ആണെങ്കിൽ 00 വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈ കൊടുത്താൽ വണ്ടി നീക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. നമുക്കിതിൻ്റെ മോഡിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 3 മോഡ്സ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 40 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 38 നമുക്ക് സിമ്പിളായിട്ട് വണ്ടി അത്രയും സ്പീഡാണ് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി 201 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആ മോഡൽ കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത് എനിക്ക് അറൗണ്ട് 195 ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ബാലൻസ് ചാർജ് ഉണ്ടായി. വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാലൻസ് കുറച്ചുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചാർജും കൂടി ഉണ്ടായി. അപ്പോൾ അറൗണ്ട് 200 കിലോമീറ്റേഴ്സ് എങ്ങനെ വന്നാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് 195 ഒക്കെ സിമ്പിളായിട്ട്. അതല്ലാണ്ട് സെക്കൻഡ് മോഡലൊക്കെ നമുക്ക് വരാണെങ്കിൽ അറൗണ്ട് ഒരു 50-ലൊക്കെ നമുക്ക് വെച്ച് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഒരു നോർമലി ഒരു 170-160 കിലോമീറ്റേഴ്സൊക്കെ അത് അച്ചീവ് ചെയ്യും. അതല്ലാണ്ട് നമുക്ക് തേർഡ് മോഡ്, അതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന ഒരു മോഡ്. അത് നമുക്ക് അറൗണ്ട് ഒരു 60-65. ഞാൻ 65 അറ്റൈൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരു നോർമലി നമ്മളൊരു കൈ കൊടുത്ത് പോകണമെങ്കിൽ ഒരു 60 ഓൺ ആൻ ആവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ ഒരു 140-145 കിലോമീറ്റേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് അറൗണ്ട് 150 ആണ് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും എനിക്കൊരു അറൗണ്ട് ഒരു 140-145 കിലോമീറ്റേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിലവിൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഫസ്റ്റത്തെ 4 സർവീസ് നമുക്ക് ഫ്രീ ആണ്. ഫസ്റ്റ് 4 സർവീസ് അറൗണ്ട് 1000 കിലോമീറ്റേഴ്സ്, പിന്നെ വരുന്നതൊരു 4000 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫസ്റ്റത്തെ 4 സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതല്ലാണ്ട് പിന്നെ വരുന്നതൊക്കെ എല്ലാം പെയ്ഡായിരിക്കും. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ സർവീസ് വന്നത് ജസ്റ്റ് ഒരു 80 റുപ്പീസ് മാത്രമാണ് എനിക്ക് ഫസ്റ്റത്തെ സർവീസിൽ എനിക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് ആയാലും നമുക്ക് ഈ അറൗണ്ട് ഒരു 200 ബിലോന് താഴെയാണ് എനിക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് നമ്മൾ മറ്റുള്ള EVനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും സ്വിച്ചസോ അല്ലെങ്കിൽ പറയണ മാതിരി എന്തെങ്കിലും കംപ്ലയിൻസ് വരാണെങ്കിൽ മാത്രമാണ് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈസ എന്ന രീതിയിൽ നമ്മുടെ ഇന്ന് പോവുള്ളൂ. അപ്പോൾ നോർമലി ഒരു പെയ്ഡ് സർവീസിക്കൊക്കെ വരാണെങ്കിൽ ഒരു 350 റുപ്പീസാണ് അവർ ജനറൽ സർവീസിന് ചാർജ് ചെയ്യുന്നത്. വിത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് തരും. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഡയഗ്നോസ് ചെയ്യും. എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യും. എന്തെങ്കിലും കംപ്ലയിൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനോ അതല്ലെങ്കിൽ പറയണ മാതിരി അത് റിപ്പയർ ചെയ്യാൻ വരണ ഒരു കോസ്റ്റാണ് അവർക്ക് എക്സ്ട്രാ ലേബറായിട്ട് വരുന്നുണ്ടാവുക.
പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് ആയാലും ഒരുവിധ കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു ത്രോട്ടിൽ ബോഡി, ഇപ്പോൾ ഈ കാണുന്ന ത്രോട്ടിൽ ബോഡിക്ക് എനിക്കൊരു വട്ടം കംപ്ലയിൻറ്റ് വന്നിരുന്നു. അപ്പോൾ കംപ്ലയിൻറ്റ് വന്നിരുന്നപ്പോൾ ഫസ്റ്റത്തെ ഒരു വട്ടം അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തന്നു. സെക്കൻഡ് എനിക്ക് ചെയ്യേണ്ട വന്നപ്പോൾ എനിക്കിത് പൈസ കൊടുത്ത് മാറ്റി വയ്ക്കേണ്ട വന്നിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാവും ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വാറണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നോർമലി ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5 years അല്ലെങ്കിൽ 75,000 kilometers ആണ് ഇതിൻ്റെ ബാറ്ററി വാറണ്ടി വരുന്നത്. ഇതിൻ്റെ മോട്ടർ പ്ലസ് ഇതിൻ്റെ ചാർജർ വരുന്നത് 2 to 3 years ആണ് ഇതിൻ്റെ മോട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാർജർ സെറ്റപ്പിന് വരുന്നത്. പിന്നുള്ള എല്ലാ പാർട്സിനും 1 year നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും വാറണ്ടി അവർ ചെയ്തുതരും. അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റീപ്ലേസ് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ ഇതാകും. അപ്പോൾ എനിക്ക് 1 വർഷത്തിനുള്ളിൽ വരുന്ന എനിക്ക് വന്ന കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ത്രോട്ടിൽ ബോഡിക്കും കീ സെറ്റിനാണ് എനിക്ക് മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വന്നത്. ത്രോട്ടിൽ ബോഡി നോർമലി ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് റിപ്പോർട്ട് ചെയ്തതും അത് റീപ്ലേസ് ചെയ്തതും. കീ സെറ്റും ഞാൻ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് എനിക്ക് മേജറായിട്ടുള്ള ഈ പറയണ മാതിരി ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ പറയണ മാതിരി എന്തെങ്കിലും വഴി വെച്ച് കിടക്കുകയോ അങ്ങനെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും നിലവിൽ ഈ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈസി ടു യൂസാണ്, മെയിൻ്റെനൻസ് കുറവാണ്. പൊതുവുള്ളതിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഇതിന്. അടുത്തായിട്ട് നമുക്ക് പറയുമ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. വണ്ടി കാണാൻ ലുക്കില്ലെങ്കിലും ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് ഈ 7G Max എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. നമുക്ക് അറ്റ് എ ടൈം എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിവേഴ്സ് മോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തി നമ്മൾ ഈ പറയുന്ന മാതിരി റിവേഴ്സ് മോഡ് കിട്ടാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് സ്വിച്ച് വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിവേഴ്സ് മോഡാണ് നിലവിൽ വന്നിരിക്കുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീൽ അസിസ്റ്റൻറ്റും അപ്പും ഡൗണും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വണ്ടി കയറ്റത്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ ബ്രേക്ക് പിടിക്കണമെന്നില്ല, കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ മോട്ടറിൻ്റെ സഹായത്തോടെ ഇത് വണ്ടി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിർത്താൻ പറ്റും നമുക്ക്. അതുമാതിരി തന്നെ നമുക്ക് ഹിൽ ഡൗൺ അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് ഒരു സ്പീഡ് വിട്ടിട്ട് നമുക്ക് ഹില്ല് ഇറക്കാനോ വണ്ടി നിർത്തിയിട്ട് ഇറക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ടായിരിക്കും വണ്ടി വിടുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ മോട്ടോർ വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ സാധാ നോർമൽ ഒരു BLDC മോട്ടറാണ് വന്നിരിക്കുന്നത്. 2 years to 3 years ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. എനിക്കിതുവരെ ഒരു കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും മോട്ടോർ സൈഡിൽ നിന്ന് വന്നിട്ടില്ല, ബാറ്ററി സൈഡിൽ നിന്നും വന്നിട്ടില്ല. ഇൻ കേസ് ബാറ്ററി സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരാണെങ്കിൽ അവർ സപ്പോർട്ട് തരുന്നുണ്ട്. ബാറ്ററി നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ വണ്ടി വെച്ച് അവർ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ കിലോമീറ്റർ എത്ര ഓടുന്നുണ്ടെന്നൊക്കെ പക്കയായിട്ട് അവർ ചെക്ക് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഇത് നമുക്ക് ബാറ്ററി ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല. ഇപ്പം നമുക്കത് സെല്ല് നമുക്ക് മാറ്റാനും ഏതൊക്കെ കംപ്ലയിൻ്റാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സെല്ലിനാണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും ആ സെല്ല് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ബാറ്ററി റീപ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നായിട്ട് നമുക്ക് വരില്ല. എന്താണോ കംപ്ലയിൻറ്റ് വരുന്നത്, ഏതോ സെല്ലാണോ കംപ്ലയിൻറ്റ് വരുന്നത് ആ സെല്ലനുസരിച്ച് നമുക്കത് റീപ്ലേസ് ചെയ്യാനും അത് സിമ്പിളായിട്ട് അത് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ വണ്ടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആലപ്പുഴ വരെ പോയിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയിട്ടുണ്ട്. ഈ വണ്ടിയുമേ നമുക്ക് അങ്ങനെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ചാർജിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് KCBയുടെ നമ്മുടെ പോസ്റ്റും വരുന്ന കുഞ്ഞു ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നിസ്സാരം 179 അങ്ങനെ എന്തോ ആണ്, ഒരു 17-18 കിലോവാട്ടിനൊക്കെ വരുന്നത്. അതേസമയം തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല ഇതുവരെ. കാരണം സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കിത് വരുന്നില്ല. നമുക്ക് പിന്നെ ഇത് സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പറയണ മാതിരി ഈ നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് വഴി നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ വണ്ടി പർച്ചേസ് ചെയ്തത് നമ്മുടെ ആലപ്പുഴ പാതിരപ്പള്ളിയിലുള്ള പ്യുർ ഇവിയുടെ ഷോറൂമിൽ നിന്നാണ്. അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്
ഓഫ് വെറൈറ്റീസ് ഓഫ് വണ്ടികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 2 ബൈക്ക് അവർ ഇറക്കുന്നുണ്ട്, പ്ലസ് 7G ഉണ്ട്, 7G മാക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. പിന്നെ നമുക്ക് ഈ പറയുന്ന സ്കൂട്ടീസ് അവൈലബിൾ ആണ്. അവർ സർവീസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ നമ്മളായിട്ട് ഡീൽ ചെയ്തപ്പോൾ അവർ വീട്ടിൽ വന്ന് എനിക്ക് സർവീസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അത്രയും ദൂരം അങ്ങോട്ട് പോകേണ്ട വന്നിട്ടില്ല. പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോയി സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് തന്നോടുന്നു. അപ്പോൾ മോസ്റ്റ് പ്രിഫറബിളി ഇവരിൽ നിന്ന് ഈ വണ്ടി എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക 201 കിലോമീറ്റേഴ്സ് ഡെയിലി അല്ലെങ്കിൽ 150 കിലോമീറ്റേഴ്സൊക്കെ ഡെയിലി കവർ ചെയ്യണവർക്കാണെങ്കിൽ, ലേഡീസ് ആയാലും ജെൻസൊന്നും വലിയ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ നമ്മളൊരു ഉള്ളിലേക്കൊരു വഴിക്ക് ഞാൻ കയറ്റിയിരിക്കുന്നത് റിവേഴ്സ് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത്. അത് നേരെ നമ്മൾ 00 ഡ്രൈവിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വിച്ച് ഞെക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹാൻഡിലൊന്ന് തിരിച്ചാൽ മതി. നമുക്ക് ബാക്കിലേക്ക് സിമ്പിളായിട്ട് ഇതാക്കാൻ പറ്റും. ഫ്രണ്ടിലേക്ക് പോവാം, നമുക്ക് വേറെ നോക്കണ്ട. ഈ സ്വിച്ച് പിടിച്ചത് ഇങ്ങനെ തിരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. വേറെ ഇങ്ങനെ ഞെക്കി പിടിച്ച് മാറ്റി തന്നെ നിൽക്കുക അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ EV ദാറ്റ് ഈസ് ബിലോ 1,35,000 ഇറ്റ് ഈസ് എ ബെറ്റർ ചോയ്സ്. മെയിൻ്റെനൻസ് കുറവാണ്. അറൗണ്ട് 210 കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ലേഡീസിന് വേണ്ടിയായിരിക്കും. അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനും നോർമലി ഒരു നമ്മുടെ ബൈക്കിക്കോ അല്ലെങ്കിൽ പറയുന്ന സ്കൂട്ടിക്ക് കയറണ മാതിരി ഒരു വെയിറ്റോ കാര്യങ്ങൾക്കൊന്നും വണ്ടിക്കില്ല. വെയിറ്റ് കുറവാണ്, ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്, മെയിൻ്റെനൻസ് കുറവാണ്. ഇപ്പോൾ ഈ പറയുന്ന മാതിരി ബ്രേക്ക് പാഡ് മാറുന്നത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബ്രേക്ക് പാഡൊന്നും എനിക്ക് 30,000 കിലോമീറ്റേഴ്സായി അറൗണ്ട്. ബ്രേക്ക് പാഡ് ഇതുവരെ ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല. ഫ്രണ്ട് ടയർ ഇതുവരെ ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല. 2 ബാക്ക് ടയർ ചേഞ്ച് ചെയ്യണത് തോന്നുന്നു. അതിപ്പം മോസ്റ്റ് ഞങ്ങൾ എല്ലാതും ഡബിൾ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിൽ തേയ്മാനം കൂടും. പിന്നെ അവിടെയാണ് നമ്മുടെ BLDC മോട്ടർ തന്നെ ഹബ്ബിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഹീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തേയ്മാനം കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻലി ഇത് വലിയ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാത്ത, സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത ഒരു വണ്ടിയാണ്. എനിക്ക് ചാർജിങ്ങിലൊക്കെ വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുൾ ചാർജ് ചെയ്യേണ്ടാവുക. അപ്പോൾ ഒരു 800 റുപ്പീസിൻ്റെ വ്യത്യാസം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ, അല്ലാണ്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ മഴ പെയ്യാണ്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം. കാരണം ഇതിൻ്റെ യൂസർ ഞാൻ തന്നെയാണ്. ഇത് വളരെ 30,000 കിലോമീറ്റേഴ്സ് ഓടിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സാധനം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്ലസ് ഞാൻ അവിടുത്തെ നമ്പറും ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.